മാസപ്പടി കേസിൽ CMRLനും എക്സാലോജിക്കിനും വൻ തിരിച്ചടി. ഇഡിയുടെ അന്വേഷണം തടയണമെന്ന CMRL ഹർജി ഹൈക്കോടതി തള്ളി. അന്വേഷണങ്ങൾ തുടരാമെന്നും ഇഡിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. നിലപാടുകൾ വ്യക്തമാക്കാൻ ഇടതുപക്ഷത്തിന് മുന്നിൽ വെല്ലുവിളികൾ ഒട്ടേറെ. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുകൂല വിധിയുമായി ഹൈക്കോടതി. ഇഡി അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി സവിശേഷ വിധി പ്രഖ്യാപനം നടത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിലും എക്സാലോജിക് ഓഫീസിലും നടന്ന റെയ്ഡ് ഉയർത്തിയ കോലാഹലങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. അതിനിടയിൽ വന്ന ഇഡിക്ക് അനുകൂലമായ കോടതി ഉത്തരവ് വലിയ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. CMRL എക്സാലോജിക് കരാറിൽ ഇഡി അന്വേഷണം തുടരുന്നതിന് നിയമപരമായ വിലക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. അപ്പീൽ നൽകുന്നതിനായി അന്വേഷണത്തിന് 2 ആഴ്ച സാവകാശം വേണമെന്ന CMRLന്റെ ആവശ്യവും കോടതി തള്ളുകയായിരുന്നു. സിവിൽ അന്വേഷണവുമായി ഇഡിക്ക് മുന്നോട്ടു പോകാമെന്ന് പറഞ്ഞ കോടതി ക്രിമിനൽ നടപടികൾക്ക് വിലക്കുണ്ടെന്ന് വ്യക്തമാക്കി. സ്വത്ത് കണ്ടുകെട്ടലും അതിനുള്ള അന്വേഷണവും ആകാം. ഇതിന് കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന കുറ്റകൃത്യം ആവശ്യമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാത്തതിനാൽ PMLA നിയമത്തിലെ 3ഉം 4ഉം വകുപ്പ് അനുസരിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള ക്രിമിനൽ നടപടി ഇഡിക്ക് സ്വീകരിക്കാനാവില്ല. അപ്പീൽ നൽകുന്നതിനായി 2 ആഴ്ച കാലത്തേക്ക് ഇഡിയുടെ തുടർ നടപടികൾ തടയണമെന്ന CMRLന്റെ ആവശ്യവും ഡിവിഷൻ ബെഞ്ച് തള്ളി. ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ CMRL സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ്. ആദ്യം മുതൽ തന്നെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമം നടന്നിരുന്നുവെന്ന് BJP നേതാവ് ഷോൺ ജോർജ് പ്രതികരിച്ചു. വീണ ഈ നിമിഷം വരെ കോടതിയെ സമീപിച്ചിട്ടില്ല. ഇന്നും ആ ബാന്ധവം തുടരുന്നു എന്നതിന്റെ തെളിവാണിത്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണിതെന്നും കേസുമായി ബന്ധപ്പെട്ട് നിയമപോരാട്ടം നടത്തുന്ന BJP നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു. ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് സിംഗിൾ ബെഞ്ച് നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത് CMRL അപ്പീൽ നൽകുകയായിരുന്നു. അധികാര പരിധി മറികടന്നാണ് ഇഡിയുടെ അന്വേഷണമെന്നായിരുന്നു CMRLന്റെ വാദം. മുഖ്യമന്ത്രിയായിരിക്കെ ആ പദവി ഉപയോഗിച്ച് മകളുടെ കമ്പനിക്ക് വഴിവിട്ട സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കിയെന്ന അന്നത്തെ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ഹൈക്കോടതി വിധി കൂടുതൽ മൂർച്ച നൽകും. റെയ്ഡ് നടക്കുന്ന സമയത്ത് മകളോടൊപ്പം പിണറായി വിജയൻ തിരുവനന്തപുരത്തെ വസതിയിൽ ഉണ്ടായിരുന്നുവെന്നതും രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ബിസിനസ് ഇടപാട് എന്നായിരുന്നു പാർട്ടി ഇതുവരെ നൽകിയ വിശദീകരണം. എന്നാൽ ഇത് കോർപ്പറേറ്റ് തട്ടിപ്പിന്റെയും കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും പരിധിയിൽ വരുമെന്ന കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തലുകൾക്ക് കോടതി പച്ചക്കൊടി കാട്ടിയതോടെ പാർട്ടിയുടെ പ്രതിരോധ കോട്ടകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കുന്ന CPIMന് ഈ കേസിൽ മറുപടി പറയേണ്ടി വരുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിരീക്ഷണത്തിന് സവിശേഷ പ്രാധാന്യമാണുള്ളത്. ചുരുക്കത്തിൽ ഹൈക്കോടതി ഉത്തരവ് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ചലനങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണെന്ന് വ്യക്തം.